ഇതിൽ പങ്കെടുക്കാന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ചരിത്രം പഠിക്കണം. അപ്പൊ നബി തങ്ങളുടെ മീന നമ്മൾ ഇന്നാൾ കണ്ട മീനയുടെ വേറൊരു ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ അന്ന് കണ്ട പള്ളി അതാണ്. അവിടെ കണ്ടില്ല മസ്ജിദുൽ ഖൈഫ്, 70ഓളം അമ്പിയാക്കൾ മറവിട്ടെടുക്കുന്ന പള്ളിയാണ് മസ്ജിദുൽ ഖൈഫ് എന്നാണ് പള്ളി. ചെറിയ പള്ളി ഇതാണ്. പള്ളിയൊരു വലിയതൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട, ചെറിയൊരു പള്ളിയാണ്. കണ്ടില്ലേ, ചെറിയൊരു ഇങ്ങനെ മീറാബുകളെ പോലെ അങ്ങനെ ഉണ്ടാക്കി കണ്ടില്ലേ. ഇതാണ് മസ്ജിദുൽ ബൈഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്ത പള്ളിയാണ് ഈ കാണുന്ന പള്ളി. അത് വെള്ള കളർ പോലെ കണ്ടില്ലേ. ജബൽ നൂർ പർവ്വതത്തിന്റെ പേര്. അതിന്റെ മുകളിലുള്ള ഗുഹന്റെ പേരെന്താ? ഖുറാ ഗുഹ. ഖുറാ. ജബൽ സൗറിന്റെ മുകളിലുള്ള ഗുഹന്റെ പേരെന്താ? സൗർ. രണ്ടും പോകാനും കാണാനും നമ്മൾ നോക്കിയിട്ടാണ്. ഇതാണിത് എന്താ അതിന്റെ ഏറ്റവും ഉച്ചിയിൽ പോയിട്ട് പിന്നെ കുറച്ച് കീഴ്പോട്ട് ഇറങ്ങിയിട്ട് പാറക്കെട്ടുകൾക്കുള്ളിലൂടെ പോയിട്ട് വേണം ആ ഗുഹയിലെത്താൻ. അവിടെ ഒരു ടോർച്ച് കൂടെ കുത്തുന്ന വെച്ചാൽ അവിടെ നമ്മളെ ബിൽഡിംഗിൽ നിന്ന് പോകുമ്പോ അവിടെ ഒരു കുന്തുപ്പ് ശുഹദ കണ്ടില്ലേ? അതവിടെ നമ്മളെ റൂമിൽ നിന്ന് ഹറമിലേക്ക് പോകുമ്പോൾ കുന്തുപ്പ് ശുഹദ എന്നൊരു ഹോട്ടൽ കണ്ടില്ലേ? ഓർമ്മണ്ട? അവിടെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ആ ബിൽഡിങ്ങിന്റെ മുന്നിലെത്തിയപ്പോൾ മനസ്സിലായില്ലേ? അവിടെ ഹറമിൽ ഒരു യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ ഹുനൈൻ ശുഹദാക്കളുടെ നക്ഷത്രം. ഹുനൈനിൽ ഷഹീദായ ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ഖബർസ്ഥാൻ നമ്മൾ എവിടെ കണ്ടിരുന്നു? ജഹറാനെ കണ്ടിരുന്നു. ഓർമ്മല്ലേ? അതിൽപ്പെട്ട മറ്റു ശുഹദാക്കളുടെ ഖബറാണ് ഈ കാണുന്നത്. ഈ കെട്ടിന്റെ ഉള്ളിൽ കണ്ടില്ലേ? അള്ളാഹു അവരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ബർക്കത്തുകൊണ്ടുള്ള ആൾക്കാരെ നമ്മൾ നന്നാക്കി തരും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിയില്ലേ? അവരുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തിരുന്നു. ഖുർആനിന്റെ വ്യാഖ്യാനം അല്ലാഹു തആല നിങ്ങൾക്ക് കൂടുതൽ പഠിപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവൻ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ മക്ബറയും അവര് താമസിച്ചിരുന്ന വീടും അവരുപയോഗിച്ചിരുന്ന കിണറും അവര് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും തായിഫിലാണ്. ലോകത്ത് ആയിരക്കണക്കിന് മുഫസ്സിരീങ്ങളുണ്ട്. അവരുടെ റഈസ് തലവൻ എന്നറിയപ്പെടുന്നത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്.
നോക്കിയാ ഉമർഖാദിനെ നമുക്ക് അറിയില്ല. ഉമർഖാദി എന്നൊരു ആഷിഖുർ റസൂലാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗദന്റെ അടുത്ത് വന്നിട്ട് ഉമറുൽ ഫത്തീൽ എന്നൊരു പാട്ടില്ല, ആ പാട്ട് പാടിയിട്ട് പൂട്ട് തുറന്ന മഹാനാണ് ഉമർഖാദി റളിയല്ലാഹു അൻഹു. അവര് സൗദിന്റെ ഒരു ചരിത്രം പറയാം. ഇവിടുന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് പിന്നാലെ കൂടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ അങ്ങോട്ട് നടന്നു പോയത്. ഇവിടുന്നാണ് മജ്നൂൻ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് തങ്ങളെ എറിഞ്ഞു കൊണ്ടുപോയത് ഈ സ്ഥലത്ത് നിന്നാണ്. പങ്കുവിളിച്ച പള്ളിയാണെന്നും പറയപ്പെടുന്നു. വലതുഭാഗത്ത് തോട്ടം കാണട്ടോ, അടിപൊളി തോട്ടം. ഇടതുഭാഗത്തുള്ള പള്ളിയാണ് മസ്ജിദ് അലി, കാണില്ലേ?